ഗൈസ്, അങ്ങനെ നമ്മുടെ ഡേ 1 സ്റ്റാർട്ട് ആയിക്കോടെ. ഞാൻ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബസ് വരുന്ന സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി പോവാണ്. അങ്ങോട്ടേക്കായിരിക്കും ഭാഗ്യം അന്നൊക്കെ വരാം കേട്ടോ. ഞാൻ ഇറങ്ങിയിട്ടുണ്ട്, അവരും ഇറങ്ങിയിട്ടുണ്ടാവണം. നമുക്ക് ആദ്യം വണ്ടി പിടിച്ച് ഫ്ലിക്സ് ബസ് പിടിക്കാൻ വേണ്ടി പോവാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ബസ് സ്റ്റോപ്പ് കേട്ടോ. റെയിൽവേ സ്റ്റേഷനെ തൊട്ടടുത്തുണ്ടാവുന്ന ബസ് സ്റ്റോപ്പാണിത്. കണ്ടോ, കുറേ പ്ലാറ്റ്ഫോം പോലെ ഉണ്ട്. പിന്നെ ഇത് ഇവിടെ അങ്ങനത്തെ അവിടെ ആയിട്ടാണ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെയാണ് ബസ് വരാമെന്നാണ് എൻ്റെ ഒരു നിശ്ചയം. എനിക്കറിയില്ല കറക്റ്റ്, പക്ഷേ ഇവിടെ ഫ്ലിക്സ് ബസ് എന്ന് എഴുതിയിട്ടുണ്ട് കണ്ടോ. സോ ഇവിടെ ആയിരിക്കണം ബസ് വരേണ്ടത്. നമുക്ക് ഇനിയും കുറേ ടൈം ഉണ്ട് കേട്ടോ. നമ്മൾ സമയത്തിന് തന്നെ എത്തി. സോ നമുക്ക് അന്നൂനും ഭാഗ്യക്കും വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇനിയും നമുക്ക് ഒരു 20 മിനിറ്റ്സിന് മുകളിലുണ്ട് ടൈം. സോ നോക്കാം. നമ്മൾ പോകുന്നത് ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള പ്രാഗിലേക്കാണ് കേട്ടോ. 3 ദിവസത്തെ ട്രിപ്പാണ്. എല്ലാം ചടപടയെന്ന് പെട്ടെന്നിട്ട പ്ലാനിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. കാരണം കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യുന്നിടത്ത് ഒന്നും നടക്കാതെ അവസാനം ആദ്യമായിട്ടാണ് ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നാൽ നമ്മൾ കുറച്ച് പൈസ മാത്രം കറൻസി ആക്കി മാറ്റി. അവിടെ ചെക്കാണ് കറൻസി, അപ്പോൾ യൂറോ നമ്മൾ ചെക്കാക്കി മാറ്റി കുറച്ച്. ഇതാണ് ഗൈസ് നമ്മളുടെ ഡേ ടിക്കറ്റ്. ഈ ബാക്കിൽ ഇതുപോലത്തെ മെഷീൻ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഡേ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മെട്രോ കയറി നമ്മുടെ ഹോസ്റ്റലിലേക്ക് പോവാം. നമ്മൾ 3 ദിവസത്തെ ട്രിപ്പ് ആയതുകൊണ്ട് 3 ദിവസത്തേക്കും വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ പർച്ചേസ് ചെയ്തിട്ട് ഒരുമിച്ച് എന്തോ 72 ഹവേഴ്സിലോ അങ്ങനെ എന്തോ ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് നമ്മൾ 3 പേർക്കുള്ളതും എടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മളുടെ ഡേ ടിക്കറ്റ്. നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ അടുത്തെത്തിയിട്ടതാ. ഇതാണ് നമ്മൾ താമസിക്കാൻ പോകുന്ന ഹോട്ടൽ. ഇതിൻ്റെ ബാക്ക് ഭാഗം കേട്ടോ. ഫ്രണ്ട് ഭാഗത്തിലേക്ക് നമുക്ക് പോവാം. ആൻഡ് ഹോസ്റ്റൽസ് പലരും കേട്ടിട്ടുണ്ടാവും. അവിടെയാണ് നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ദിവസം ഈവനിങ് ആണ് ചെക്ക് ഇൻ വരുന്നത്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ലഗേജ് കൊണ്ട് വെക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓർത്തു നമ്മുടെ ക്യാരി ബാഗ് അവിടെ കൊണ്ട് വെക്കാം, ട്രോളീസൊക്കെ. അപ്പോൾ നമുക്ക് സ്വസ്ഥമായിട്ട് ട്രാവൽ ചെയ്യാമല്ലോ. അങ്ങനെ നമ്മൾ അവിടെ അതൊക്കെ വെച്ചിട്ട് ഇറങ്ങി. തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ തന്നെ നമ്മൾ കയറിയിട്ട് ഒരു ബ്രഞ്ച് പോലെ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം ഇനിയിപ്പം പുറത്തേക്ക് നടക്കാറില്ല, അതിനെ എപ്പോഴാണ് ലഞ്ച് കഴിക്കാമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ വിശക്കാണ്ടിരിക്കാൻ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഒരു പിസ്സ മാത്രം കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ പിസ്സയൊക്കെ വന്നു. അത് കഴിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ് ചെയ്തത്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഓൾഡ് ടൗണിലേക്കാണ് ആദ്യം പോണേ കേട്ടോ. ഭാഗ്യമാണ് നമ്മുടെ ട്രിപ്പ് പ്ലാനർ. ഭാഗ്യക്കറിയുള്ളൂ നമ്മൾ എവിടേക്കാണ് പോണേന്നുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഓൾഡ് ടൗണിലേക്ക് പോവാം. നമ്മൾ ബസ് കാത്ത് ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. ഓൾഡ് ടൗണിൽ നമുക്ക് കുറേ കാണാൻ പറ്റിയ കുഞ്ഞു കുഞ്ഞു സ്പോട്ടുകളുണ്ട് കേട്ടോ. ഫേമസ് ആയിട്ട് നമ്മൾ ഈ റീൽസിലൊക്കെ കാണുന്ന സ്പോട്ടുകളൊക്കെ ഇല്ലേ, അതെല്ലാം ഈ ഒരു ഓൾഡ് ടൗണിൻ്റെ ആ ഒരു ഏരിയയിൽ തന്നെയാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് ആദ്യം പോയത്. അവിടെ ഇങ്ങനെ നടന്ന് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ക്രിസ്മസ് മാർക്കറ്റൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു. നമ്മൾ ജർമ്മനിയിലൊക്കെ ഉള്ള പോലെ തന്നെ കേട്ടോ. പിന്നെ ക്ലൈമറ്റൊക്കെ ഇത്തിരി തണുത്തിട്ടുള്ളതാണെങ്കിലും ഒരുപാട് പേര് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ടൈമിൽ സിറ്റിയിൽ ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യം നമ്മൾ കാണാൻ പോയ സ്പോട്ട് എന്ന് പറയുന്നത് ഫേമസ് ആയിട്ടുള്ള ആസ്ട്രോണമിക്കൽ ക്ലോക്കാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള 3ാമത്തെ ആസ്ട്രോണമിക്കൽ ക്ലോക്കാണ്. 1410 ഇതിൻ്റെ ആ ഒരു നിർമ്മാണവും കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ തന്നെ അറിയാം ഇത് എത്രത്തോളം ഓൾഡായിട്ടുള്ള സംഭവമാണെന്ന്. അതിനുശേഷം നമ്മൾ നേരെ പോയത് ഈ ഒരു റൊട്ടേറ്റിംഗ് ഹെഡ് കാണാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ റീൽസിൽ നമ്മൾ കുറേ തവണ കണ്ടിട്ടുള്ള ഐറ്റംസുകളാണ് കേട്ടോ. ഇതെന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്റർ ഉണ്ട്, ഫ്രാൻസ് കഫ്ക എന്ന് പറഞ്ഞിട്ട്. ആളുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് പണിതിട്ടുള്ള ഒരു ഹെഡാണ് ഇത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ പ്ലേറ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഹെഡ്. 15 മിനിറ്റോ അങ്ങനെ എന്തോ ഒരു ഗ്യാപ്പിൽ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന പോലെ ഒരു ഷോ ഉണ്ട്. ഫുൾ നമ്മൾ കണ്ടില്ല, കാരണം ഇതിങ്ങനെ കുറേ ടൈം എടുക്കുന്നൊരു സംഭവമാണ്. അപ്പം കുറച്ച് നമ്മൾ കണ്ടിട്ട് നമ്മുടെ അടുത്ത പരിപാടികളിലേക്ക് നീങ്ങാമെന്ന് വിചാരിച്ചു. അടുത്ത നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കലായിരുന്നു. കാരണം അപ്പോഴത്തേക്കൊക്കെ ഉച്ച സമയം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീൽസൊക്കെ പ്രോപ്പറായിട്ട് കഴിച്ചിട്ട് പോകാമെന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അങ്ങനെ എൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ക്വാഡ്രിയ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മോളുണ്ട്. അപ്പോൾ മോള് നമ്മളങ്ങനെ കുറേയൊന്നും എക്സ്പ്ലോർ ചെയ്തില്ല. നേരെ നമ്മൾ ഫുഡിൻ്റെ ആ ഒരു സെഷനിലേക്ക് പോയിട്ട് ഒരു ഇന്ത്യൻ ഫുഡാണ് നമ്മൾ കഴിക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ലാം ബിരിയാണിയും പിന്നെ എന്തോ ഒരു പ്ലാറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ അതുമാണ് നമ്മൾ വാങ്ങിയിട്ട് കഴിച്ചത്. പിന്നെ കാണുന്ന പോലെയല്ല, നമ്മൾ കറങ്ങാൻ ഇറങ്ങിക്കാൻ പെട്ടെന്ന് സമയം പോട്ടോ. ഓൾഡ് ടൗണിൽ തന്നെ നമുക്ക് കുറേ കുഞ്ഞു കുഞ്ഞു സ്പോട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ നടന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫുള്ളും ഇങ്ങനെ ഒരു സ്ക്വയറിൻ്റെ അകത്ത് തന്നെ കുറേ സ്ഥലങ്ങളുണ്ട് കുഞ്ഞത്. അപ്പോൾ അതൊക്കെ നമ്മൾ കാണുവാണ്. നമ്മൾ ലഞ്ച് കഴിച്ചു. അതിനുശേഷം പിന്നെ നമ്മൾ വേറെ ഒരു സ്പോട്ടിലും കൂടെ പോകുന്നുണ്ട്. അതിനുശേഷം നമുക്ക് രാത്രി ക്രൂസിലൊരു ഡിന്നറും ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വഴിയെ വിശേഷങ്ങൾ പറയാം. നമുക്കാദ്യം വേറൊരു സാധനം കൂടെ കാണാൻ പോകാം.
അങ്ങനെ നമ്മൾ അടുത്തത് പോയത് മുനിസിപ്പൽ ലൈബ്രറി ഓഫ് പ്രാഗിലേക്കാണ്. ട്രിപ്പ് വന്നിട്ട് തന്നെ ലൈബ്രറിയിൽ പോകുന്നതെന്ന് വിചാരിക്കേണ്ട, ഇതിൻ്റെ അകത്തൊരു സ്പെഷ്യൽ സംഭവം ഉണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നീണ്ട ക്യൂ ഉള്ളത്. അങ്ങനെ തന്നെ നമുക്ക് കുറേ ടൈം അവിടെ പോയിട്ടോ, കാരണം നല്ല നീണ്ട ക്യൂ ആയിരുന്നു. എല്ലാവരും അതിന് ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. 1 by 1 ആയിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇതാണ് ആ ഒരു സംഭവം എന്ന് പറയുന്നത്. ഇത് 8000 ബുക്സ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബുക്ക് ടണലാണ്. ഫ്ലോറിൽ നിന്ന് സീലിംഗ് വരെയുള്ള ഇത് ഇഡിയം എന്നാണ് ശരിക്കും പേര് കേട്ടോ. അങ്ങനെ നമ്മളും അതിൻ്റെ വീഡിയോസൊക്കെ എടുത്തു. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് നമ്മൾ പോയത് വൈഷ്രാഡാണ്. ഇതിൻ്റെ ഒരു ഹിസ്റ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ, വൾട്ടവ എന്ന് പറഞ്ഞിട്ടുള്ള റിവറിൻ്റെ സൈഡിലുള്ള ഒരു ഫോർട്ട് പോലത്തെ സ്ഥലമാണ് കേട്ടോ ഇത്. പ്രാഗ് ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു എവല്യൂഷൻ തന്നെ ഭയങ്കര കണക്ഷനുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു വൈഷ്രാഡ് എന്ന് പറയുന്ന സ്ഥലം. ഈ ഒരു സ്ഥലത്തിൻ്റെ അപ്പിയറൻസും ഫങ്ഷനും ഒക്കെ ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു പണ്ട്. കുറേ നാൾ രാജാവിൻ്റെ കോട്ടയായിട്ടും ഇടയ്ക്കൊക്കെ രാജാവ് വന്ന് താമസിച്ചിരുന്ന സ്ഥലമായിട്ടൊക്കെ ഇത് മാറിയിട്ടുണ്ട്. അങ്ങനെ 1800-ൻ്റെ അവസാനത്തിലേക്കാണ് ഇതൊരു നാഷണൽ സിംബലായിട്ട് മാറുന്നതും. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഫേമസ് ആയിട്ടുള്ള ചെക്കുകാരുടെ ഒരു സെമിത്തേരി നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. അതൊന്നും എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല. ഇതിൻ്റെ മേളിൽ ചെല്ലുമ്പോൾ നല്ല അടിപൊളി ഒരു വ്യൂ ഉണ്ട്, അത് കാണിച്ചു. മേളിൽ പോയിട്ട് എന്തായാലും മുകളിലത്തെ വ്യൂ നോക്കാം. നേരിട്ട് കാണുന്ന ഭംഗിയൊന്നും ഇതിലെ വീഡിയോയിലൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അങ്ങനെയാണ് എനിക്കും തോന്നുന്നത്. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ റൂമിലേക്ക് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി പോയിട്ടോ. അവിടെ പിന്നെയും കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു, പക്ഷേ നമ്മളതൊക്കെ കണ്ടു. പക്ഷേ എൻ്റെ ഗ്ലൗസ് ഞാൻ എടുക്കാൻ മറന്നുകൊണ്ട് ഞാൻ അതൊന്നും വീഡിയോയിൽ എടുത്തില്ല കേട്ടോ. കൈയൊക്കെ ഭയങ്കരമായിട്ട് തണുക്കായിരുന്നു. നമ്മൾ നേരെ ഹോട്ടലിൽ വന്നിട്ട് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി പോവാണ്. ഈവനിങ് ആണ് നമുക്ക് ചെക്ക് ഇൻ, ഞാൻ രാവിലെ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ അവിടെ കൗണ്ടറിൽ കുറച്ച് ക്യൂ ഉള്ളതുകൊണ്ട് നമ്മൾ ഈ മെഷീനിൽ തന്നെ ചെക്ക് ഇൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ 3 പേരിലും ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ അടിച്ചു കൊടുത്തിട്ട് നമ്മൾ ആ ഒരു ഡീറ്റെയിൽ അവിടെ നിന്നൊരു പേപ്പർ കിട്ടും, അത് വെച്ച് നമ്മൾ കൗണ്ടറിൽ ചെല്ലുമ്പോൾ നമുക്ക് കീയും സംഭവങ്ങളൊക്കെ തരും കേട്ടോ. അങ്ങനെ 6ാമത്തെ നിലയിലുള്ള ഈ ഒരു 609 നമ്മുടെ റൂമിൻ്റെ ഉൾഭാഗം ഞാൻ കാണിച്ചില്ല. കാണിക്കാമെന്ന് ഓർത്ത് കയറി, പക്ഷെ അവിടെ ഓൾറെഡി ഒരാളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ എടുക്കാൻ. പിന്നെ റൂമിൽ ചെന്ന് പെട്ടെന്ന് തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് രാവിലെ ഞാൻ പറഞ്ഞിട്ടില്ല, ഇതാ ഒരു പ്രാഗ് ബോട്ട്സിലേക്കാണ്. നമുക്ക് അവിടുത്തെ ആ ഒരു റിവറിൽ ഒരു നൈറ്റ് ഒരു ഡിന്നർ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ബോട്ടിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നേക്കുവാണ്. 1 നൈറ്റ് ഡിന്നറാണ്. പിന്നെ ലൈവ് മ്യൂസിക് ഒക്കെ ഉണ്ട്. പിന്നെ ആ ഒരു റിവറിൽ കൂടെ അവരിങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കും. അത്രയാണ് ഇതിനകത്തുള്ളത്. അപ്പം അതായിരുന്നു നമ്മുടെ രാത്രിത്തെ ലാസ്റ്റത്തെ ആ ഒരു പരിപാടി. നമ്മൾ ചെല്ലുമ്പോൾ ഏകദേശം കയറാനുള്ള ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ആ ഉള്ളിലേക്ക് കയറുകയാണ്. ഞാൻ എൻ്റെ അകത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ ഡേ 1 കഴിഞ്ഞിരിക്കുകയാണ്. നല്ല രീതിയിൽ ടയേർഡായിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ വെളുപ്പിനെ അവിടെ നിന്ന് പുറപ്പെട്ടതാണ്. അപ്പോൾ കുറച്ച് അന്നേരം ഓൾറെഡി ഉറങ്ങിയിട്ടുള്ളൂ. പിന്നെ ഇന്ന് ഫുള്ള് നടത്തവും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് നല്ലോണം ടയേർഡായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ വൈൻഡപ്പ് ചെയ്ത് നമ്മൾ റൂമിൽ വന്നിട്ടുണ്ട്. ഇനി ഫ്രഷായിട്ട് നമ്മൾ കിടന്നുറങ്ങും. നാളെ ഏർലി മോർണിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കണേ. എന്നാലാണ് ഒരു ഫുൾ ഡേ കിട്ടുള്ളൂ. അപ്പോൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ അടുത്തടുത്ത സ്ഥലങ്ങൾ കാണാമെന്നാണ് വിചാരിക്കുന്നത്. ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്ത ഒട്ടുമിക്ക എല്ലാ സ്ഥലത്തും പോയി. പിന്നെ 1-2 സ്ഥലത്ത് പോകാൻ പറ്റിയില്ല. അപ്പോൾ
അങ്ങനത്തെ കാര്യങ്ങൾ മേ ബി നമ്മൾ നാളെ കവർ ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, കാണാൻ അത്രയും വേണ്ടാത്തതാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവോയ്ഡ് ചെയ്യും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് നാളെ പ്ലാൻ ചെയ്യാം. ഓൾറെഡി നമുക്ക് നാളെ വേറെ പ്ലാനിങ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ടൈം കിട്ടുകയാണെങ്കിൽ നമുക്കിത് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡേ 1 കഴിഞ്ഞിരിക്കുവാണ്. നമുക്ക് ഡേ 2 കാണാം. ഗുഡ് മോർണിംഗ് ഗായ്സ്. അങ്ങനെ ഡേ 2 ആയിരിക്കുകയാണ്. എൻ്റെ മുഖത്ത് നല്ല ഉറക്കക്ഷീണം കാണാൻ പറ്റും. അപ്പോൾ രാവിലെ നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റത്. എന്നിട്ട് ആദ്യത്തെ പരിപാടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നുള്ളതാണ്. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ടുള്ള ഒരു പരിപാടികളും പൊതുവേ ഇഷ്ടമല്ല. മസ്റ്റാണ് ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ ഡേ 2 ആയേക്കുവാണ്. നമ്മളപ്പോൾ മോർണിംഗ് റെഡിയായി ഇറങ്ങി. നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ച് എല്ലാം എടുത്തിട്ട് വന്നിരിക്കുകയാണ്. ഇനി കഴിച്ചിട്ട് ഇറങ്ങണം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ നമുക്ക് വഴിയെ കാണാം. നമ്മൾ റൂം ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏതെങ്കിലുമൊക്കെ മീല് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് എക്സ്ട്രാ ബുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ 2 ദിവസത്തെയും ബ്രേക്ക്ഫാസ്റ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങാൻ നിൽക്കുവാണ്. ആദ്യം നമ്മൾ പ്രാഗ് കാസിലേക്കാട്ടോ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അന്നും ഭാഗ്യം വരാൻ വേണ്ടി ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യാം. നമ്മൾക്ക് വെള്ളം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വെള്ളം വാങ്ങാൻ മറന്നും പോയി. അപ്പോൾ ഇന്നലെ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ തന്നെയുള്ള ബാർ ഏരിയയിൽ നിന്നാണ് വെള്ളം വാങ്ങിയത്. അപ്പോൾ അത് ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. ഒരു ചെറിയ ബോട്ടിൽ വാട്ടറിനൊക്കെ തന്നെ 3.5 യൂറോ അങ്ങനെയൊക്കെ വരിക. അപ്പോൾ നമ്മൾ രാവിലെ സൂപ്പർ മാർക്കറ്റിൽ കുറച്ച് വെള്ളം വാങ്ങി ഓൾറെഡി വെക്കാമെന്ന് ഓർത്തു. അപ്പോൾ അവരത് റൂമിൽ കൊണ്ട് വെക്കാൻ വേണ്ടി പോയേക്കാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകണം. പിന്നെ ഇവിടെ ഭാഷ വലിയ സീനൊന്നുമില്ല. ഇവിടെ എല്ലാവർക്കും തന്നെ ഇംഗ്ലീഷ് അറിയാം. സോ അവരൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. നമുക്ക് അങ്ങനെ കമ്മ്യൂണിക്കേഷന് പ്രശ്നമൊന്നുമില്ല. പിന്നെ എല്ലാവരും നല്ല ഹെൽപ്ഫുള്ളൊക്കെ ആയിട്ടാണ് തോന്നിയത്. നമ്മളെന്തെങ്കിലും ചോദിച്ചാലും ഒക്കെ എല്ലാവരും ഹെൽപ്പൊക്കെ ചെയ്യും. പിന്നെ ഭയങ്കര വലിയ വ്യത്യാസമൊന്നുമില്ല. ട്രാവലിങ്ങിൻ്റെതാണെങ്കിലും ട്രാമും ബസ്സും കാര്യങ്ങളൊക്കെ എല്ലാം സെയിം പോലെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ട്രാവലിൻ്റെ കാര്യത്തിലും അങ്ങനെ ഡൗട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻസ് ഒന്നുമില്ല. ഗൂഗിൾ മാപ്പിൽ ഇട്ടിട്ട് നമുക്കങ്ങ് പോകാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. നമുക്ക് ആദ്യം പ്രാഗ് കാസിലിൽ പോയിട്ട് അവിടുത്തെ നല്ല ഭംഗിയുള്ള ആർക്കിടെക്ചറും കാര്യങ്ങളും ഇതൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഈ ഒരു എസ്കലേറ്റർ നോക്കുക, ശരിക്കും ഒരു പാതാളത്തിലേക്ക് പോകുന്ന ഒരു എഫക്റ്റ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത് കയറി നിൽക്കുമ്പോൾ. പിന്നെ നല്ല ലോങ്ങുമാണ്. പിന്നെ കയറി നിന്നിട്ട് ബാക്കിലേക്ക് നോക്കലൊന്നും ആലോചിക്കാൻ പോലും പറ്റില്ല. അത്ര കുത്തനെ ഇത് പടുത്ത് വെച്ചേക്കുന്നത്. കാസിലൊക്കെ കണ്ടിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ലഞ്ച് കഴിക്കാൻ സമയമായി. നമ്മൾ KFCയിൽ പോയിട്ടാണ് ഫുഡ് കഴിച്ചേട്ടോ. കാസിലിൻ്റെ കുറേ കാര്യങ്ങൾ നമുക്ക് എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ അവിടുന്ന് നേരെ നമ്മൾ പോയത് ചാൾസ് ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് അതിൻ്റെ പുറത്ത് നിന്നിട്ടുള്ള വ്യൂ കേട്ടോ. ആ നേരെ കാണുന്ന ബ്രിഡ്ജാണ് ചാൾസ് ബ്രിഡ്ജ്. പ്രാഗിൻ്റെ കാസിലിനെ പിന്നെ ഓൾഡ് ടൗണിനെയും കൂടെ ബന്ധിപ്പിക്കുന്ന ആ ഒരു ബ്രിഡ്ജാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി, ഉള്ളിലല്ല അതിൻ്റെ മുകളിൽ കയറി. അപ്പോൾ ഇങ്ങനെ കാരിക്കേച്ചറൊക്കെ വരയ്ക്കുന്ന ആൾക്കാരും പിന്നെ കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഓൾറെഡി ഇങ്ങനെ ഇരുട്ടി തുടങ്ങിയായിരുന്നു കേട്ടോ. പിന്നെ നല്ല ക്രൗഡഡും ആയിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം നിന്നു. ഇവരുടെ എക്സ്പ്രഷൻ എങ്ങനെയായിരിക്കും വരച്ച് കഴിഞ്ഞിട്ടെന്ന് കാണാനുള്ള ആ ഒരു കൗതുകത്തിൽ നമ്മൾ വെറുതെ അതൊക്കെ കണ്ടു കേട്ടോ. ഇതാണ് ആ ആൾ വരച്ച പടം. കാരിക്കേച്ചർ ആയതുകൊണ്ട് അത് അങ്ങനെയാണല്ലോ ഇരിക്കുള്ളൂ. പിന്നെ നമ്മൾ നേരെ പോയത് സൗനീർ വാങ്ങാൻ വേണ്ടിയിട്ടാണ്. ഫ്രിഡ്ജ് മാഗ്നറ്റ് വാങ്ങാമെന്ന് ഓർത്തു. കാരണം നമ്മൾ 3-ാമത്തെ ദിവസം നമുക്ക് ഒരുപാട് നേരമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മുടെ സെക്കൻഡ് ഡേ ആയതുകൊണ്ട് നമ്മൾ ഇന്ന് ഫ്രിഡ്ജ് മാഗ്നറ്റ് വാങ്ങാമെന്ന് ഓർത്തു. ഞാൻ എന്താ ഈ ഒരു മാഗ്നറ്റാണ് വാങ്ങിയത്. ചേട്ടാ ഫോക്കസ് ആവുള്ള ഈ ഒരു മാഗ്നറ്റ് ആട്ടോ വാങ്ങിയത്. പ്രാഹ എന്നൊക്കെ എഴുതിയിട്ടുള്ളത്. പിന്നെ അവിടെ സാധാ സോവനീർ ഷോപ്പിലൊക്കെ ഉള്ള പോലെ കുറേ ഐറ്റംസുകളൊക്കെ ഉണ്ട്. ഞങ്ങൾ 3 പേരും 3 ഫ്രിഡ്ജ് മാഗ്നറ്റൊക്കെ വാങ്ങി ഇറങ്ങി. പിന്നെ നമുക്ക് ഡിന്നർ കഴിക്കാൻ സമയമായി അപ്പോഴേക്കും കേട്ടോ.
കാരണം ചാൾസ് ബ്രിഡ്ജ് കുറേ കറങ്ങി കണ്ടായിരുന്നു നമ്മൾ. അത് കഴിഞ്ഞ് ഡിന്നർ കഴിക്കാൻ വേണ്ടി തപ്പിയപ്പോഴത്തേക്കും ഓൾറെഡി ലേറ്റ് ആയതുകൊണ്ട് എല്ലാ ഷോപ്പുകളും അടച്ചു. ജർമ്മനിയൊക്കെ പോലെ തന്നെയാണെന്ന് തോന്നുന്നു. രാത്രിയൊക്കെ തന്നെ പിന്നെ ഇതുപോലുള്ള റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉള്ളൂ. അതാണെങ്കിൽ ഫുള്ളെല്ലാം ഫുള്ളി ഒക്കുപ്പൈഡ് ആയിരുന്നു. ലാസ്റ്റ് ഇത് കണ്ടുപിടിച്ചു. നമ്മൾ 3 ഡിഷൊക്കെ പറഞ്ഞു. ഇതിന്റെ പേര് ബർത്ത്ഡേ ആണ്. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ചെറിയൊരു കപ്പ് കേക്ക് മുറിക്കാന്ന് വിചാരിച്ചു. തുടങ്ങി കഴിഞ്ഞു. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഭാഗ്യ, ഹാപ്പി ബർത്ത്ഡേ ടു യു. പിന്നെ ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് അവിടെ ക്രിസ്മസ് മാർക്കറ്റും ഉണ്ട്, നമ്മൾ മുന്നേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ നൈറ്റ് വ്യൂ ഇങ്ങനെയാണ് വരിക കേട്ടോ. ഓൾറെഡി കുറേയൊക്കെ ക്ലോസ് ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ ടൈം ആയപ്പോൾ. പക്ഷെ ഒരുപാട് പേര് ഇറങ്ങി നടക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ലതായിരുന്നു. അങ്ങനെ നമ്മുടെ ഡേ 2 കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നാളെ നമ്മൾ തിരിച്ചു പോകും. നാളെയും കൂടി നമ്മളിവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇന്ന് കൂടുതലും നമ്മൾ കുറേ നടക്കലും അങ്ങനെ കാസിൽ കാണുക, ബ്രിഡ്ജ് കാണുക, അങ്ങനത്തെ കാണാനുള്ള സംഭവങ്ങളായിരുന്നു കുറേ ഉണ്ടായിരുന്നു. നടക്കാനും കുറേ ഉണ്ടായിരുന്നു. പിന്നെ ടെമ്പറേച്ചർ ആണെങ്കിൽ നല്ല കുറവായിരുന്നു. അതുകൊണ്ട് കുറേയൊന്നും വീഡിയോ എടുത്തില്ല. എടുക്കാനാണെങ്കിൽ കുറേ ഉണ്ട് കാണാൻ. അപ്പോൾ അത് ഫുൾ എങ്ങനെ വീഡിയോ എടുക്കുക. പിന്നെ വീഡിയോയുടെ ആ ഒരു ഭംഗിയും അത്രയും മഞ്ഞൊന്നുമില്ല. അപ്പോൾ കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ എടുത്തു ഞാൻ. പിന്നെ കുറച്ചെടുത്തില്ല. നല്ല ടെമ്പറേച്ചർ ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. -2 ആയിരുന്നു നമ്മൾ ഇപ്പം തിരിച്ച് വരാൻ നേരത്തൊക്കെ. നല്ല തണുപ്പുണ്ടായിരുന്നു. കൈയൊക്കെ നല്ലോണം തണുക്കുന്നുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ഗ്ലൗസ് എടുത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര പാടായിരുന്നു ഫോൺ കുറേ നേരം നോക്കാനും കാര്യങ്ങൾക്കൊക്കെ. അപ്പം അങ്ങനെ ഇപ്പോൾ തിരിച്ച് റൂമിൽ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ കിടന്നുറങ്ങിയിട്ട് നാളെ മോർണിംഗ് നമ്മൾ ഇറങ്ങും. മോർണിംഗ് നമ്മൾ റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യും. നമ്മളുടെ ഈ ഒരു ബാക്കിലുള്ള ഈ 609 ആണ് നമ്മുടെ റൂം കേട്ടോ. റൂമൊക്കെ കാണിക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ നമ്മുടെ റൂം 4 പേരുള്ളതാണ്. നമ്മൾ 3 പേര് കൂടാണ്ട് ഒരാളും കൂടി ഉണ്ട്. അപ്പം പുള്ളിക്കാരിയും റൂമിലുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഒന്നും എടുത്ത് കാണിക്കാത്ത റൂമിൻ്റെ. അല്ലായിരുന്നെങ്കിൽ കാണിക്കായിരുന്നു. ഞാൻ രാവിലെ കാണിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ രാവിലെ ഓൾറെഡി അവർ ഉറങ്ങുകയൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം രാത്രിയാണെങ്കിൽ ലൈറ്റും ഇല്ല. രാത്രിയും ആരെങ്കിലുമൊക്കെ ഉറങ്ങും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അവർക്കൊരു ഡിസ്റ്റർബൻസ് ആവരുതല്ലോ, അതാണ് വീഡിയോ എടുക്കാനത്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ ഡേ 2 കഴിഞ്ഞു. നല്ല ടയർഡായിട്ടുണ്ട്. കുറേ നടന്നു. കാലൊക്കെ നല്ല ടയർഡായി. പിന്നെ ഭയങ്കര തണുപ്പായിരുന്നു. ഇപ്പോൾ ഒന്ന് വന്ന് ഫ്രഷൊക്കെ ആയതിന് ശേഷമാണ് നോക്കിയായത്. റൂമിൽ അത്യാവശ്യം നല്ല വാമാണ് കേട്ടോ. ഹീറ്ററൊക്കെ നല്ലോണം ഇട്ട് കഴിഞ്ഞാൽ സീനൊന്നുമില്ല. പുറത്ത് നല്ല കുറവായിരുന്നു. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. നാളെ നമ്മൾ തിരിച്ചു പോകും. നാളെയും കൂടി നമ്മളിവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നാളെ തന്നെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തും കേട്ടോ. രാത്രിയൊക്കെ ആകുമ്പോൾ. നാളെ നമുക്ക് എത്രയൊക്കെ എവിടെ പോകാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം വൈകിട്ട് നമുക്ക് ബസ് കയറണം. അപ്പം അതിന് മുന്നേ നമ്മൾ വിട്ടുപോയ 1-2 സ്ഥലത്തും കൂടെ കയറിയിട്ട് അങ്ങനെ പോവും. അപ്പം അത്രയേ ഉള്ളൂ. നാളെ കാണാം. സോ അങ്ങനെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡേ 3 എത്തിയേക്കുവാണ്. ഇന്ന് വൈകിട്ട് 6 മണിക്ക് നമ്മൾ തിരിച്ച് ബസ് കയറി പോരും. രാവിലെ എണീറ്റപ്പോൾ ഉള്ള കാഴ്ച ഇങ്ങനെയായിരുന്നു കേട്ടോ. നല്ല ഫോഗുള്ളൊരു ഡേ ആയിരുന്നു. ഇത് നിങ്ങളോർക്കും വെളുപ്പിനൊക്കെ ആയിരിക്കുന്നു. പക്ഷേ അല്ല, ഒരു 9 മണി 10 മണി സമയത്താണ് കേട്ടോ ഇത്രയും ഫോഗുള്ളത്. അതിനുശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിറങ്ങിയപ്പോൾ തന്നെ കുറച്ച് ലേറ്റായി. സോ നമ്മളിന്ന് പ്ലാൻ ചെയ്ത സ്ഥലത്തേക്ക് പോകാനാണെങ്കിൽ കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ അപ്പ് ആൻഡ് ഡൗൺ പോയി വരാനുള്ള ടൈമില്ല. നമുക്ക് ഈവനിങ് ആകുമ്പം ബസ് സ്റ്റേഷനിലേക്ക് എത്തുകയൊക്കെ ചെയ്യണം. അപ്പോൾ അത് കുറച്ച് റിസ്കി ആയതുകൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്ത സംഭവം നടന്നില്ല. അതുകൊണ്ട് നമുക്ക് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല ഇന്നത്തെ ദിവസം നമ്മൾ ഈവനിങ് വരെ എന്താ ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ചുമ്മാ അങ്ങ് ഇറങ്ങി നടക്കുമായിരുന്നു. പിന്നെ തിരിച്ച് പോരുന്നതിന് മുന്നേ നമ്മൾ ഈ ഒരു ഐറ്റം ട്രൈ ചെയ്യണമെന്ന് എന്തായാലും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ചിമ്മിനി കേക്ക്. അതിൻ്റെ ശരിക്കുള്ള പേരാണ് ആ ബോർഡിൽ എഴുതി വെച്ചേക്കുന്നത്. അത് ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആയിപ്പോൾ, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പം നമ്മൾ 2 എണ്ണമാണ് വാങ്ങിയത്. കാരണം അത്യാവശ്യം വലുതാണത്.
ചിമ്മിനി കേക്ക് കഴിക്കാൻ വേണ്ടി നമ്മൾ കൈ ഇങ്ങനെ വെളിയിലിട്ടതാട്ടോ. ഭയങ്കര തണുപ്പുണ്ട് ഇവിടെ. ഗ്ലൗസ് ഇല്ലാണ്ട് നമ്മൾ കൈ കുറേ നേരം വെളിയിൽ വെച്ചാൽ നല്ലോണം തണുക്കും. ഇപ്പോൾ ഒന്ന് ശരിയാക്കി ഞങ്ങൾ എടുത്തിട്ടുള്ളൂ. ഇത്ര നേരം ഭയങ്കരമായിട്ട് ഫ്രീസായിട്ട് ഇരിക്കുകയായിരുന്നു. നല്ല ടെമ്പറേച്ചർ കുറഞ്ഞുണ്ട് അല്ലേ? എത്രയുണ്ട്? 0. ഇന്നലെ തൊട്ടേ 0 -2 ആ റേഞ്ചിൽ തന്നെയാണ് നിൽക്കുന്നത്. ഭയങ്കര തണുപ്പുണ്ട്. അങ്ങനെ ഞങ്ങൾ തണുത്ത് വിറച്ചിങ്ങനെ ഇതിൽ കൂടെ നടക്കുക. പക്ഷെ ഇവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ. നല്ല തണുപ്പാണെങ്കിലും ഇവിടെ ഫുൾ ക്രിസ്മസ് മാർക്കറ്റ് ഫുൾ നല്ല ക്രൗഡാണ്, നല്ല ആൾക്കാരും ഉണ്ട്. വായിന്നൊക്കെ നല്ല പുക വരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രാവലൊക്കെ ഭയങ്കര ഈസിയാണ് ഇവിടെ കേട്ടോ. അപ്പോൾ നമ്മൾ ട്രാം സ്റ്റോപ്പിൽ വരുമ്പോൾ ഓൾറെഡി ട്രാമിൻ്റെ ആ ഒരു സ്റ്റോപ്പിൻ്റെ പേരും അവിടെ വരുന്ന ട്രാം നമ്പേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ടാകും. അതിൻ്റെ താഴെ ഇതുപോലുള്ള എല്ലാ വണ്ടിയുടെയും റൂട്ട് കൊടുത്തിട്ടുണ്ടാകും. അതിലാകെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞത് അതിൻ്റെ ഡയറക്ഷൻ മാത്രമാണ് കേട്ടോ. അപ്പോൾ ഏത് സ്റ്റോപ്പാണ് ആ സ്റ്റോപ്പ് ബോൾഡ് ലെറ്റേഴ്സിലുണ്ടാകും. അതിൻ്റെ താഴേക്കുള്ള കണ്ടോ ആരോ മാർക്ക്, അപ്പോൾ താഴത്തേക്കുള്ള ആ റൂട്ടിലാണ് പോവുക. നിങ്ങളുടെ പോകേണ്ട ഡെസ്റ്റിനേഷൻ മുകളിലേക്കുള്ള സ്റ്റോപ്പുകളാണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ തന്നെ തൊട്ട് ഓപ്പോസിറ്റുള്ള ആ ഒരു ട്രാം സ്റ്റോപ്പിലാണ് നിൽക്കേണ്ടത് കേട്ടോ. അപ്പോൾ അത് മാത്രമേ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. സോ ഡേ 3 ഞാൻ നല്ല രീതിയിൽ ഉഴപ്പിയിട്ടുണ്ടായിരുന്നു. ബാക്കി വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ല. നമ്മൾ അതിന് ശേഷം ഡാൻസിങ് ടവർ പോയി അങ്ങനെ കുറച്ച് സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ ഡിന്നർ കഴിച്ചിട്ട് ബസ് സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യാണ്. ഫ്ലിക്സ് ബസ്സിൽ തന്നെയാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഒരു രാത്രി ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. സോ ഓവറോൾ ഇതൊക്കെയായിരുന്നു 3 ദിവസത്തെ നമ്മുടെ പ്രാഗ് ട്രിപ്പ്. ഫുള്ളൊന്നും നമുക്ക് കാണിക്കാനൊന്നും പറ്റിയിട്ടില്ല. എന്നാലും കുറച്ച് സംഭവങ്ങൾ കാണിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.